നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കേരള കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന സമ്മേളനം മെയ് 9, 10 തീയതികളിൽ കോട്ടയത്ത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തുമെന്ന് അനൂപ് ജേക്കബ് MLA. കോട്ടയം അറുപുഴ തൂക്കുപാലം തുരുമ്പെടുക്കുന്നു. യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്തുന്നില്ല. പ്രശ്നപരിഹാരം വേണമെന്ന് നാട്ടുകാർ. വേനൽ തുമ്പി വാഴൂർ ഏരിയ തല കലാജാഥ പര്യടനം തുടങ്ങി. ആട്ടവും പാട്ടുമായി വേനൽ തുമ്പികൾ നാളെ രാവിലെ കൊടുങ്ങൂരിലെത്തും. പൊൻകുന്നം സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന്റെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. 3 ആഴ്ചയ്ക്ക് ശേഷം തുറക്കും മിനി സിവിൽ സ്റ്റേഷനിൽ താൽക്കാലിക സംവിധാനം. വാർത്തകൾ വിശദമായി. കേരള കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന സമ്മേളനം മെയ് 9, 10 തീയതികളിൽ കോട്ടയത്ത് നടക്കും. 9-ാം തീയതി പ്രതിനിധി സമ്മേളനവും 10-ാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നും പ്രകടനവും ഉണ്ടായിരിക്കും. കേരള കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന സമ്മേളനം മെയ് 9, 10 തീയതികളിൽ കോട്ടയം TM ജേക്കബ് നഗറിൽ നടക്കും. 9-ാം തീയതി രാവിലെ 11 മണിക്ക് തിരുനക്കര മൈതാനത്ത് പാർട്ടി ചെയർമാൻ വാക്കനാട് രാധാകൃഷ്ണൻ പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളനത്തിന് തുടക്കമാകും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് തിരുനക്കര മൈതാനത്ത് നടക്കുന്ന സംസ്ഥാന പ്രതിനിധി സമ്മേളനം കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് MLA ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 4 മണിക്ക് കേരളത്തിലെ കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള സെമിനാറിൽ പാർട്ടി വർക്കിംഗ് ചെയർമാൻ MC സെബാസ്റ്റ്യൻ വിഷയാവതരണം നടത്തും. മെയ് 10-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നും പ്രകടനം ആരംഭിക്കുമെന്ന് പാർട്ടി ചെയർമാൻ അനൂപ് ജേക്കബ് കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 9-ാം തീയതി രാവിലെ പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ വാക്കനാട് രാധാകൃഷ്ണൻ പതാക ഉയർത്തുന്നതോടെ അന്ന് സമ്മേളനം ആരംഭിക്കുകയും അന്നേ ദിവസം തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സെമിനാറുകളും 9-ാം തീയതി ഞങ്ങളവിടെ ക്രമീകരിച്ചിരിക്കുകയാണ്. പിന്നീട് സമ്മേളനം 10-ാം തീയതിയാണ് പ്രധാന പൊതുസമ്മേളനമായി നടത്തുന്നത്. അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. 10-ാം തീയതി 3 മണിക്ക് പ്രകടനത്തോടെയാണ് സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ അനൂപ് ജേക്കബിനെ കൂടാതെ പാർട്ടി ചെയർമാൻ വാക്കനാട് രാധാകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി KR ഗിരിജൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PS ജെയിംസ്, ജില്ലാ പ്രസിഡന്റ് ടോമി വേദഗിരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം അറുപുഴ തൂക്കുപാലം തുരുമ്പെടുത്ത് അപകടാവസ്ഥയിൽ. ദിവസേന 100 കണക്കിന് ആളുകൾ കടന്നുപോകുന്ന തൂക്കുപാലമാണ് അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. പാലം ആര് സംരക്ഷിക്കുമെന്നതിൽ കോട്ടയം നഗരസഭയും തിരുവാർപ്പ് പഞ്ചായത്തും തമ്മിലുണ്ടായിരുന്ന തർക്കം ഈയിടെ അവസാനിച്ചിരുന്നു. മീനച്ചിലാറിന് കുറുകെയാണ് കോട്ടയത്ത് അറുപുഴയിൽ ഇരുമ്പിൽ തീർത്ത തൂക്കുപാലമുള്ളത്. വെള്ളത്തിൽ അക്കരെ ഇക്കരെ സഞ്ചരിക്കുന്നത് അപകടം ഉണ്ടാക്കുന്നതിനാലാണ് തൂക്കുപാലം പണിതത്. എന്നാൽ കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്താത്തത് പാലത്തിന് ഭീഷണിയായി തീർന്നിരിക്കുകയാണ്. പലയിടത്തും തുരുമ്പെടുത്ത് നശിച്ചു. ഇത് അപകട ഭീഷണിയും ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി അറ്റകുറ്റപ്പണി നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യമുന്നയിക്കുന്നുണ്ടെങ്കിലും അധികൃതർ പരിഗണിക്കാറില്ല. കഴിഞ്ഞ മെയിൻ്റെനൻസ് ഏകദേശം 6-7 കൊല്ലമായിട്ടുണ്ട് ഇപ്പോൾ ചെയ്തിട്ട്. അപ്പോൾ അത് 3 കൊല്ലത്തിന് ഒഴിക്കലും ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ അത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അതിനുള്ള ഒരു ധൃതി കാണിക്കത്തില്ലെന്നാണ് ഇവിടെയുള്ള നാട്ടുകാരുടെ. ഇപ്പോൾ അത് 2 പേര് കഴിഞ്ഞ പ്രാവശ്യം മുനിസിപ്പാലിറ്റി ചെയ്യാന്ന് പറഞ്ഞാൽ പക്ഷേ പഞ്ചായത്ത് ചെയ്തെന്ന് പറയുന്നു. ഇതിപ്പോൾ ആരാ ചെയ്യേണ്ടത്? 2 കൂട്ടരും കൂടെയാണ് ചെയ്യേണ്ടത്, സംയുക്തമായിട്ട് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും കൂടി 2 ഒരുമിച്ചുള്ള പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റി ഇറങ്ങേണ്ട പാലമാണിത്. അപ്പോഴത്തേനും അത് 2 സംയുക്തമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് തുരുമ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ ഈ വിദ്യാർത്ഥികളൊക്കെ കയറിക്കൊണ്ട് ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. കോട്ടയം നഗരസഭയും തിരുവാർപ്പ് പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അറുപുഴ തൂക്കുപാലം. അതിനാൽ തന്നെ ആര് അറ്റകുറ്റപ്പണി നടത്തുമെന്നതിൽ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. തുടർന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി വിഷയത്തിൽ ഇടപെടുകയും തിരുവാർപ്പ് പഞ്ചായത്തിനോട് അറ്റകുറ്റപ്പണി നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ഈ ജോലികൾ വൈകുന്നതും പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടായിരിക്കുകയാണ്. എത്രയും വേഗം അറ്റകുറ്റപ്പണി നടത്തി പാലം സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ബാലസംഘം വാഴൂർ ഏരിയ വേനൽ തുമ്പി കലാജാഥ പൊൻകുന്നത്ത് പര്യടനം ആരംഭിച്ചു. നാളെ രാവിലെ 10 മണിക്ക് കൊടുങ്ങൂരിൽ പര്യടനം നടത്തും. കുട്ടികളിൽ തിരിച്ചറിവിന്റെ പാഠങ്ങൾ പകർന്ന് ആട്ടവും പാട്ടുമായി ബാലസംഘം വാഴൂർ ഏരിയ തല വേനൽ തുമ്പി കലാജാഥയ്ക്ക് പൊൻകുന്നത്ത് തുടക്കമായി. ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ വിവിധ മേഖലാ കമ്മിറ്റികളിൽ നിന്നായി 19 പേരാണ് വേനൽ തുമ്പി കലാജാഥയിലുള്ളത്. കലാജാഥയുടെ വാഴൂർ ഏരിയ തല ഉദ്ഘാടനം ശാന്തിഗ്രാമിൽ നടന്നു. CPM വാഴൂർ ഏരിയ സെക്രട്ടറി VG ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. IS രാമചന്ദ്രൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, മിനി സേതുനാഥ്, KK സന്തോഷ് കുമാർ, അമ്പിളി ശിവദാസ്,
VD രജികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നൃത്തം, നാടകം തുടങ്ങിയ ഇനങ്ങൾ കുട്ടികൾ അവതരിപ്പിച്ചു. പിന്നെ കളിക്കുമ്പോ കളി കൊടുക്കണം, അതിന്റെ ന്യായം വരയ്ക്കാൻ പോയോ? ഇതിനൊക്കെ നമുക്ക് വേറെ സമയമില്ലടാ. ഈ ഒരു പന്തിനെ പോലെ തന്നെ ഈ ഭൂമി ജീവിക്കും നമ്മളുടെ ആ ഒരു സമയം കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളത്, അല്ലാതെ ഇടിച്ചു വെച്ച് ജീവിക്കേണ്ടതല്ലോ. നിനക്ക് നല്ല ആലോചിക്കണം. ഞങ്ങൾക്ക് അടിയുണ്ടാക്കാൻ മാത്രമല്ല, സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും അറിയാം. സാനിയ, ആദിശ്രീ, അനുശ്രീ, അഭിഷേക് എന്നിവരാണ് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക് കൊടുങ്ങൂർ, ഉച്ചകഴിഞ്ഞ് 2-ന് നെടുങ്കുന്നം, 3 മണിക്ക് കറുകച്ചാൽ എന്നിവിടങ്ങളിൽ വേനൽ തുമ്പികളെത്തും. 5-ാം തീയതി രാവിലെ 10-ന് കങ്ങഴ, 2 മണിക്ക് വെള്ളാവൂർ എന്നിവിടങ്ങളിൽ എത്തിയ ശേഷം 3 മണിക്ക് ചെറുവള്ളിയിൽ വേനൽ തുമ്പി കലാജാഥ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വേമ്പനാട് കായലിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ കാറ്റിലും കോളിലും അകപ്പെട്ട മത്സ്യത്തൊഴിലാളിയെ രക്ഷപ്പെടുത്തി. മുഹമ്മ സ്വദേശി ഷാജുമോനെയാണ് ജലഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത്. വേമ്പനാട് കായലിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ശക്തമായ കാറ്റിലും കോളിലും അകപ്പെട്ട മത്സ്യത്തൊഴിലാളിയെ രക്ഷിച്ചു. മുഹമ്മ ബോട്ട് ജെട്ടിയിൽ വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം. കായലിൽ മത്സ്യബന്ധനം നടത്തിയിരുന്ന മുഹമ്മ സ്വദേശി കൊച്ചുചിറ വീട്ടിൽ ഷാജുമോനെയാണ് ജലഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷിച്ചത്. മത്സ്യബന്ധനത്തിന് എത്തിയ ഷാജുമോൻ ശക്തമായ കാറ്റിൽ കായലിലുണ്ടായ തിരയിൽ അകപ്പെടുകയായിരുന്നു. ബോട്ട് ജെട്ടിയിലേക്ക് കായലിലെ ഓളത്തിൽപ്പെട്ട് എത്തിയ മത്സ്യത്തൊഴിലാളിയെ കയറിട്ട് കൊടുത്ത് കരയ്ക്ക് കയറ്റുകയായിരുന്നു. വള്ളം കായലിൽ മുങ്ങി മത്സ്യബന്ധന ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ജലഗതാഗത വകുപ്പ് ജീവനക്കാരായ സന്ദീപ്, സുധീഷ്, ബിന്ദുരാജ്, ഷൈൻ കുമാർ, രാജേഷ് കുമാർ എന്നിവർ ചേർന്നാണ് മത്സ്യത്തൊഴിലാളിയെ രക്ഷപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ പുനരുദ്ധാരണത്തിന് ശേഷം 3 ആഴ്ച കഴിയുമ്പോൾ തുറക്കും. സെപ്റ്റിക് ടാങ്കിന്റെ അറ്റകുറ്റപ്പണികൾക്കായാണ് കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടിരിക്കുന്നത്. സമീപത്തുള്ള മിനി സിവിൽ സ്റ്റേഷനിൽ പകരം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ വഴിയിടം പദ്ധതിയിൽപ്പെടുത്തി നിർമ്മിച്ച പൊൻകുന്നം സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം 3 ആഴ്ചയ്ക്കുള്ളിൽ തുറക്കും. സെപ്റ്റിക് ടാങ്കിന്റെ തകരാർ പരിഹരിക്കുന്നതിനായി കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ട് 18 ദിവസങ്ങളായി. സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊലിച്ച് മലിനജലം പുറത്തേക്കൊഴുകുന്നത് തടയാനാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. നിർമ്മാണ ജോലികൾ ദ്രുതഗതിയിൽ നടന്നുവരികയാണെന്നും 3 ആഴ്ച കൊണ്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുമെന്നും ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ പറഞ്ഞു. സമീപത്തെ മിനി സിവിൽ സ്റ്റേഷനിൽ പകരം സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ശാശ്വതമായി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സേഫ്റ്റി ടാങ്ക് പൂർണ്ണമായിട്ടും പൊളിച്ച് മുഴുവൻ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പുതിയ സോഫ്റ്റ് പിറ്റ് നിർമ്മിച്ച് ശാശ്വതമായി പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ആഴ്ച കാലഘട്ടം കൊണ്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പൂർവാധികം ഭംഗിയായി പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമാക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഈ കാര്യത്തിൽ അറിയിക്കുകയാണ്. ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സിവിൽ സ്റ്റേഷനിൽ താൽക്കാലികമായി പകരം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾ ദയവായി പകരം സിവിൽ സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്ന ഈ പകരം സംവിധാനം ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദിവസവും 100 കണക്കിന് യാത്രക്കാരാണ് പൊൻകുന്നം സ്റ്റാൻഡിൽ വന്നു പോകുന്നത്. കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനം നിലച്ചതോടെ യാത്രക്കാർ വളരെയധികം ദുരിതം അനുഭവിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.
പാമ്പാടിയിൽ മീഡിയ സെന്റർ ഉദ്ഘാടനം ചെയ്തു. ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. BJP മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി പ്രഭാഷണം നടത്തി. മീഡിയ പ്രസിഡന്റ് മാത്യു പാമ്പാടി, കാപ്കോസ് ചെയർമാൻ KM രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് റെജി സക്കറിയ, പാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഡാലി റോയ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകൻ ടോണി വർക്കിച്ചൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മാത്യു പാമ്പാടി എന്നിവരെ ആദരിച്ചു. ആ പ്രസ് ക്ലബിന്റെ ഒരു അഭാവം പുതുപ്പള്ളിക്കുണ്ടായിരുന്നു. ആ പ്രസ് ക്ലബിന്റെ അഭാവം നികത്തിക്കൊണ്ട് ഇന്ന് പാമ്പാടിക്കും പുതുപ്പള്ളിക്കും അഭിമാനമായിട്ട് ഒരു സ്ഥാപനം, പ്രത്യേകിച്ച് മീഡിയ സെന്റർ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നു. ഇവിടെ അവർ പത്രസമ്മേളനം നടത്താൻ വേറെ പോകണമായിരുന്നു. യൂഷ്വലി പത്രസമ്മേളനം നടത്തണമെങ്കിൽ കോട്ടയം വരെ പോകണമായിരുന്നു. കോട്ടയത്ത് പോയി എല്ലാവരെയും വിളിച്ച് അവിടെ കൂട്ടേണ്ട ഒരു സാഹചര്യം, അതിനെ നികത്തുന്ന രീതിയിൽ പുതുപ്പള്ളിയിൽ പാമ്പാടിയിൽ തന്നെ ഒരു പ്രസ് ക്ലബ് വരുവാൻ, അവിടെ പത്രസമ്മേളനം നടത്തുവാൻ, ഒപ്പം പത്രക്കാർക്കെല്ലാം കൂടി വരുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത് വലിയ അഭിമാനത്തിന്റെ നിമിഷമാണ്. പാലാ നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്കും ദുർഭരണത്തിനും എതിരെ UDF പാർലമെന്ററി പാലാ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം നടത്തി. മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. വരുന്ന തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭയിൽ UDFനെ ജനം അധികാരത്തിലേറ്റുമെന്ന് മാണി സി കാപ്പൻ MLA പറഞ്ഞു. വരും തിരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ ജനം UDFനെ അധികാരത്തിലേറ്റുമെന്ന മാണി സി കാപ്പൻ MLA ഇച്ഛാശക്തിയും സ്ഥിരതയും ഇല്ലാത്ത നേതൃത്വത്തിന്റെ കീഴിൽ തമ്മിലടിച്ചു കഴിയുന്ന നഗരസഭാ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലം ഭരണസ്തംഭനവും വികസന മുരടിപ്പും കണ്ട് മനമടുത്ത ജനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFനെ അധികാരത്തിലേറ്റുമെന്ന മാണി സി കാപ്പൻ MLA പറഞ്ഞു. നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്കും ദുർഭരണത്തിനുമെതിരെ നഗരസഭ UDF പാർലമെന്ററി പാർട്ടി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മാണി സി കാപ്പൻ MLA. വളരെ ദയനീയമായ ഒരു ഭരണം കാഴ്ചവെച്ചിട്ട് അതിന്റെ ന്യൂനത മറയ്ക്കാൻ വേണ്ടി പണ്ടാരാണ്ട് പറഞ്ഞവരെ, നാണമില്ലാത്തവരുടെ ഏതോ ഒരു സ്ഥലത്ത് ആരി കിടത്താൽ അതും തണലെന്ന് പറഞ്ഞാൽ ആ തണലൊക്കെ ഇരിക്കുക ഈ മുനിസിപ്പൽ ചെയർമാൻമാരൊക്കെ. കഷ്ടമാണ് സത്യത്തിൽ ഈ മുനിസിപ്പാലിറ്റി. ഇത് നമ്മളൊന്ന് പൊളിച്ചെഴുതണം. അടുത്ത തെരഞ്ഞെടുപ്പിൽ പാലാ മുനിസിപ്പാലിറ്റി UDF തിരിച്ചു പിടിച്ചിരിക്കും എന്ന് ഒരു ദുരപ്രതിജ്ഞയോട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. UDF പാർലമെന്ററി പാർട്ടി നേതാവ് പ്രൊഫസർ സതീഷ് ചുള്ളാനി അധ്യക്ഷത വഹിച്ചു. N. സുരേഷ്, ജോർജ് പുളിങ്കാട്, സന്തോഷ് മണർക്കാട്, സാബു എബ്രാഹിം, പ്രിൻസ് VC, ഷോജി ഗോപി, തോമസുട്ടി നെച്ചിക്കാട്ട്, ജോഷി വട്ടക്കൊന്നൽ, ടോണി തൈപ്പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. അറിയിപ്പ്. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഏറ്റുമാനൂർ കേന്ദ്രത്തിൽ മെയ് 2ാമത്തെ ആഴ്ച മുതൽ സർക്കാർ അംഗീകൃത 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ യോഗ ഇൻസ്ട്രക്ടർ, 3 മാസം ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് ഇൻ ലാപ്ടോപ്പ് സർവീസിംഗ് കോഴ്സുകളിലേക്ക് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും 2 മാസം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് ഡിപ്ലോമ കോഴ്സിലേക്ക് +2 യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. ഫോൺ 9497818264. കാഞ്ഞിരപ്പള്ളി ICDS ഓഫീസിന്റെ ആവശ്യത്തിന് കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്ക് വാഹനം ലഭ്യമാക്കുന്നതിന് ടാക്സി പെർമിറ്റുള്ള വാഹന ഉടമകൾ, സ്ഥാപനങ്ങൾ, ഏജൻസികൾ എന്നിവരിൽ നിന്നും ടെൻഡറുകൾ ക്ഷണിച്ചു. വാഹനത്തിന് 7 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടാകരുത്. ടെൻഡർ മെയ് 21 ഉച്ചകഴിഞ്ഞ് 2:30 വരെ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾ കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ICDS ഓഫീസിൽ നിന്നും ലഭിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന സമ്മേളനം മെയ് 9-10 തീയതികളിൽ കോട്ടയത്ത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തുമെന്ന് അനൂപ് ജേക്കബ് MLA. കോട്ടയം അറുപുഴ തൂക്കുപാലം തുരുമ്പെടുക്കുന്നു. യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്തുന്നില്ല. പ്രശ്നപരിഹാരം വേണമെന്ന് നാട്ടുകാർ. വേനൽ തുമ്പി വാഴൂർ ഏരിയ തല കലാജാഥ പര്യടനം തുടങ്ങി. ആട്ടവും പാട്ടുമായി വേനൽ തുമ്പികൾ നാളെ രാവിലെ കൊടുങ്ങൂരിലെത്തും. പൊൻകുന്നം സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന്റെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. 3 ആഴ്ചയ്ക്ക് ശേഷം തുറക്കും മിനി സിവിൽ സ്റ്റേഷനിൽ താൽക്കാലിക സംവിധാനം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.